എൻ്റെ പൊന്നെ, ഇന്നത്തെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂസ് ഫ്ലഷ് പോലും ഉണ്ടായിപ്പോയെന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ അമേരിക്കയിൽ നിന്ന് പോന്നല്ലോ എന്നൊരു ചെറിയ വിഷമം കൂടി വന്നുപോയി. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ടെസ്ല കാറിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടു. നമ്മളൊരു കാർ ഓർഡർ ചെയ്താൽ ആ കാർ തനിയെ ഡ്രൈവ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ ഡ്രൈവറും ഇല്ല, ആരും ആ വണ്ടിക്കകത്ത് ഇല്ലാതെ നമ്മുടെ വീട് മുറ്റത്ത് വന്നത് നിൽക്കും. നിങ്ങൾ ഞെട്ടിയില്ലേ ഇത് കേട്ടിട്ട്? വാവ്! ഞാൻ അമേരിക്കയിൽ വെച്ച് BMW-യും ബെൻസും ലെക്സസും ടെസ്ലയും ഒക്കെ ഓടിച്ചിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടെസ്ല തന്നെയാണ്. ഞാൻ 2022 ടെസ്ല വാങ്ങിയപ്പോൾ ടെസ്ല ഷോറൂമിൽ കാർ എടുക്കാനായിട്ട് ചെന്നു. അവർ പറഞ്ഞു, എൻ്റെ കാർ കണ്ടാ പാർക്കിങ്ങിലോട്ട് കിടപ്പുണ്ട്, എടുത്തോണ്ട് പോക്കോളാൻ. ഞാനൊന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ണു മിഴിച്ചു പോയി കേട്ടോ. ഞാൻ പയ്യെ എന്ത് ചെയ്യണമെന്നറിയാതെ എനിവേ അവർ പറഞ്ഞ എടുത്ത് വന്ന് കാർ എടുത്തു. ഏതാണെങ്കിലും അവർ പറഞ്ഞതല്ലേന്ന് വെച്ചുകൊണ്ട് ഞാൻ വന്ന് കാറിൻ്റെ ഡോറ് പിടിച്ച ഉടനെ അത് തുറന്നു. കാറാണ്ട് സ്റ്റാർട്ട് ചെയ്തും കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ കയ്യിലുണ്ടായാൽ മാത്രം മതി, കാറ് തനിയെ തുറക്കും, സ്റ്റാർട്ടാകും. പിന്നെ ചുമ്മാ കയറി ഇരുന്നങ്ങ് പോയാൽ മതി. ശരിക്കും സുന്ദരമായ ഒരു ഡ്രൈവ്. എൻ്റെ കാറ് ഓട്ടോ പൈലറ്റിലും പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് പോലും തൊടാതെ സീറ്റിലൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. പക്ഷേങ്കിൽ സീറ്റിൽ ആൾ വേണം, ഡ്രൈവർ വേണം കേട്ടോ. നമ്മൾ ഒന്നത്തിലും തൊടണം. അത് തനിയെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ കൊണ്ടാക്കും. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എനിക്ക് സ്റ്റിയറിംഗിലും പിടിക്കണം, ആക്സലറേറ്ററും ബ്രേക്കും ഒക്കെ ചവിട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, എൻ്റെ മോൻ ഓട്ടോ പൈലറ്റിലിട്ട് വണ്ടി ഓടിക്കുന്നത് ഞാൻ ശരിക്കും നോക്കിയിരുന്നു പോയി കേട്ടോ. മോൻ അതെല്ലാം പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു. എനിക്ക് ഓട്ടോ പൈലറ്റിൽ പോകാനായിട്ട് ഭയമാണ്. ശരിക്കും അന്ന് അത് ഭയങ്കര അതിശയം തോന്നി. പക്ഷേ ഇന്ന് കണ്ടോ, കാർ തനിയെ ഓടി നമ്മുടെ വീട്ടിൽ വരും. വാവ്! അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശരിക്കും കൊതിയായി കേട്ടോ.